വൈകുന്നേരം ചായക്ക് കഴിക്കാൻ ഒരു ഉഗ്രൻ സ്നാക്കായാലോ? ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നീഡ് ചെയ്തെടുക്കാം. സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം കുറച്ച് കുറച്ചായി ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ കൂട്ടൊന്ന് കുഴച്ചെടുത്ത് വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 2 എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ടോ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മാഗി മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോറിന് പകരം അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത് വന്നപ്പോൾ അല്പം സ്റ്റിക്കിയായി തോന്നിയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/4 ടീസ്പൂണോളം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സ്റ്റിക്കി അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലോർ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്കാണ് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നീഡ് ചെയ്തെടുത്തതിന് ശേഷം 2 ഉരുളകളാക്കിയിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിക്ക് പരത്തിയെടുക്കാം. നല്ല നീളത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്തിയെടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായിട്ട് എല്ലാ ഭാഗത്തും വെച്ച് ഒരു ഫോക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ഉരുള ഇതേപോലെ തന്നെ പരത്തിയെടുത്തിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കത്തി ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പിസ്സ കട്ടർ ഉപയോഗിച്ചോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ ഒരെണ്ണം എടുത്ത് 2 കോർണേഴ്സും വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത കോർണറും എടുത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെയ്താൽ മതി. വെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ പറ്റിപ്പിടിച്ച് നിന്നോളും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ടേക്ക് ആക്കി വെക്കുക. ആദ്യം അനക്കാൻ നിൽക്കേണ്ട. ഒരു ഭാഗം ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും ഒട്ടും തന്നെ പുറത്തേക്കൊന്നും വരില്ല. നമ്മൾ കോൺഫ്ലവർ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ബൈൻഡായിട്ട് നിന്നോളും. അങ്ങനെ തിരിച്ചും മറിച്ചാക്കിയിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.